ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡി. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോൾ ആണ് ഇവർ പിടിയിലായത്. ലിവിയയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഐഷുത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ഈ ഷീലയെ കുടുക്കിയത് ഒരാൾ മാത്രമല്ല, അതിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിവിയോടക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ലിവിയെ പിന്നീട് വിദേശത്തേക്ക് മുങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ലിവിയെ തിരിച്ചെത്തുന്നു എന്ന വിവരം നേരത്തെ തന്നെ സംഘത്തിന് ലഭിച്ചിരുന്നു. എങ്ങനെയാണ് ലിവിയെ പിടികൂടിയത്? തീർച്ചയായും അഭിലാഷ്, ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ മറ്റാളുകൾ കൂടിയുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്നാണ് ഈ ലിവിയ കേസിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാട്ടി കേസിൽ ആദ്യ പ്രതി നാരായണൻ തന്നെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ലിവിയയ്ക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് പോയതും. അതിനുശേഷം ഇപ്പോൾ ലിവിയ തിരിച്ചെത്തിയതോടെ കൂടിയാണ് എയർപോർട്ടിൽ വെച്ച് പോലീസ് ലിവിയെ പിടികൂടുന്നത്. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വ്യാജ കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ലിവിയയുടെ സഹോദരിയാണ് ഷീലയുടെ മരുമകൾ. ഇവരുമായി ബന്ധപ്പെട്ട ചില കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ കേസിൽ ഷീലയെ കുടുക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഷീലയുടെ മരുമകളുടെ സ്വർണ്ണാഭരണങ്ങൾ ഷീല പണയപ്പെടുത്തുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കടങ്ങളും ബാധ്യതകളും വീട്ടാൻ വേണ്ടി ഷീല ഇറ്റലിയിൽ പോവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ മരുമകളുടെ സ്വത്തിന്റെ കാര്യത്തിലടക്കം, സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിലടക്കം ഒരു വ്യക്തതയും വരുത്താതെ, അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ മറുപടി നൽകാതെയാണ് ഷീല യാത്രയ്ക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. ഇതോടെയാണ് ഈ ലിവിയയ്ക്ക് ഷീലയോട് വൈരാഗ്യമുണ്ടാകുന്നത്. അതായത് തനിക്ക് കൂടി അവകാശപ്പെട്ട തന്റെ കുടുംബത്തിന്റെ സ്വത്ത് ഷീല തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഷീല അത് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഈ ലിവിയയുടെ ആരോപണവും പരാതിയും. അതേ തുടർന്നാണ് വ്യാജ കേസിൽ കുടുക്കിയാൽ, അതായത് ഒരു ലഹരി മരുന്ന് കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഷീലയുടെ യാത്ര മുടങ്ങും. ഇതോടുകൂടി ഷീല ഇറ്റലിയിൽ പോവാതാവുകയും പിന്നീട് ആ സ്വത്തിന്റെ കാര്യത്തിലടക്കം, സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിലടക്കം കൃത്യമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്യും. ഇതിനു വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ പ്രതി ഇത്തരത്തിൽ ഷീലയെ കൊടുക്കുന്നത്. ഇതിനായി ബാംഗ്ലൂരിൽ വെച്ച്, അതായത് ഈ ലിവിയ ബാംഗ്ലൂരിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ട ആഫ്രിക്കൻ സ്വദേശികളിൽ നിന്നുമാണ് ഈ LSD സ്റ്റാമ്പ് പോലത്തെ ലഹരി മരുന്നുകൾ ഈ പ്രതി കൈക്കലാക്കുന്നത്. ഇത് പക്ഷേ വ്യാജ ലഹരി മരുന്നുകളാണെന്ന് ലിവിയയ്ക്ക് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിലുള്ള ലഹരിയാണെന്ന് കരുതി, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലഹരികളൊക്കെ ലിവിയ കണ്ടെടുക്കുന്നതും. ഒപ്പം തന്നെ ഇത് തന്ത്രത്തിൽ വളരെ ആസൂത്രിതമായി ഷീലയുടെ ബാഗിൽ, സ്കൂട്ടറിൽ ഒളിപ്പിക്കുന്നതും. എന്നാൽ പിന്നീട് ഈ ഷീലയെ പോലീസ് പിടിക്കുകയും പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇത് വ്യാജ ലഹരി മരുന്നുകളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിലൊരു നിർണായക വഴിത്തിരിവായത്. അതായത് ഒരു തെറ്റും ചെയ്യാതെ ഒരു ബ്യൂട്ടി പാർലർ ഉടമ ഷീല 72 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞത്. ഇതോടുകൂടിയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചതും മറ്റ് നടപടികളിലേക്ക് കടന്നതുമൊക്കെ. അങ്ങനെ കേസിൽ മുഖ്യപ്രതിയായ നാരായണനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതായത് ഇയാളാണ് പോലീസിന് വ്യാജ സന്ദേശം കൊടുത്തത്. ഇങ്ങനെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലയുടെ കയ്യിൽ ലഹരി മരുന്നുകൾ ഉണ്ട് എന്ന തരത്തിൽ പോലീസിന് സന്ദേശങ്ങൾ നൽകിയിരുന്നത് ഇയാളായിരുന്നു. പിന്നീട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഷീലയുടെ കുടുംബാംഗം തന്നെയായ മരുമകളുടെ സഹോദരിയായ ലിവിയാണ് ഇതിലെ മുഖ്യപ്രതി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഈ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ലിവിയെ പിടികൂടാനായില്ല. കാരണം അതിനു മുമ്പ് തന്നെ ലിവിയ ദുബായിലേക്ക് കടന്നു കളയുകയായിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ ലിവിയ തിരിച്ചെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും നാളെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. തുടർന്ന് വിശദമായ അന്വേഷണം, വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. എന്തായാലും ഇതൊരു ആസൂത്രിതമായ ഒരു കേസായിരുന്നു, വ്യാജ കേസിൽ കുടുക്കിയതായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകളും മറ്റ് വിശദാംശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലിവിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും മറ്റ് വിവരങ്ങൾ കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഐഷുത്തുൽ ഷംന സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രതികൾക്ക് പിഴച്ചുപോയത് അവർ ലഹരി എന്ന് കരുതി കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ ലഹരി എന്ന് കരുതി അവർ വാങ്ങിച്ച ലഹരി വസ്തുക്കൾ യഥാർത്ഥ ലഹരി ആയിരുന്നില്ല എന്നതുകൊണ്ടാണ്
ആ വീട്ടമ്മയ്ക്ക് അപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത്. അല്ലായിരുന്നു എങ്കിൽ ഇത് ഈ ലഹരി വസ്തു തന്നെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നേനെ. ഇപ്പോഴും ജയിലിന് പുറത്തിറങ്ങാൻ പോലും ചിലപ്പോൾ സാധിക്കുമായിരുന്നില്ല. അത് അഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ താനല്ല ഇത് ചെയ്തത് എന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലിവിയെ അടക്കം പോലീസ് പിടികൂടുമ്പോൾ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇതിൻ്റെ ചുരുളഴിയുകയും ചെയ്യും.